നാളെ തന്നെയല്ലേ സീതാദേവിയുടെ സ്വയംവരം. രാജധാനിയിലെ കിളികൾ പോലും ഇത് പാടി നടക്കുകയാണല്ലോ. അതെ അതെ, ആ വില്ല് ഉയർത്താൻ ഇതുവരെ ഒരാളെ കൊണ്ട് പോലും സാധിച്ചിട്ടില്ല. കഷ്ടം തന്നെ. ആരായിരിക്കും ആ ഭാഗ്യവാൻ? ആ വില്ല് ഉയർത്താനുള്ള ശക്തി ആർക്കാണ് ഇവിടെയുള്ളത്? ആരായാലും സീതാദേവിയെ സ്വയംവരം ചെയ്യുന്നവൻ ഭാഗ്യവാൻ തന്നെ. എന്ത് സുന്ദരിയാണ് ദേവി! സുന്ദരി മാത്രമല്ല, എല്ലാ സ്വഭാവങ്ങളിലും കൂടെയുള്ള ഒരു ഉത്തമയായ ഒരു പെൺകുട്ടി. വസ്ത്രങ്ങൾ വിൽക്കാനായി അന്യദേശത്തിൽ നിന്ന് വന്നതാണ് ഞാൻ. ഇതിലെ തെരുവുകളിൽ ആ പൂക്കളും വിളക്കുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു ആഘോഷം നടക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മിഥിലാപുരിക്കൊരു ഭാഗ്യം കൈവരാൻ പോകുന്നു. ധീരനും ധർമ്മിഷ്ഠനുമായ ഒരു യുവാവ് സീതാദേവിക്കായി എത്തുന്നു. നമുക്കതിന് കാത്തിരിക്കാം. രാമ, ലക്ഷ്മണ, ദേവതകളുടെ കൃപ നമ്മുടെ മേൽ നിലനിൽക്കട്ടെ. മിഥിലയിലേക്കുള്ള യാത്ര ദീർഘമാണ്. എന്നാൽ അതിൻ്റെ അന്ത്യത്തിൽ വിധിയുടെ ചിഹ്നം നിങ്ങളെ കാത്തിരിക്കുന്നു. ഗുരുദേവ, ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് പറഞ്ഞതുപോലെ യാഗസംരക്ഷണം വിജയിച്ചു. ഇപ്പോൾ ഈ യാത്രയ്ക്കും ലക്ഷ്യത്തിനും അർത്ഥമെന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. രാമ, മിഥിലയിൽ ജനക മഹാരാജാവ് ഒരു സ്വയംവരം നടത്തുന്നു. അവിടെ ഒരു ദിവ്യ വില്ലുണ്ട്. മഹാദേവൻ തന്നത്. ആരും അതിനെ കൊലച്ചിട്ടില്ല. ജനകന്റെ പുത്രി സീത, ധർമ്മത്തിന്റെ ദേവതയെ പോലെ ആ വില്ല് കൊലിക്കുന്നവൻ സീതയെ കൈവരിക്കും. ഗുരു, അങ്ങനെ ആരും ആ വില്ല് കൊലച്ചിട്ടില്ലെന്നോ? അത്ര ശക്തമാണോ അത്? അതേ ബാല, അനേകം രാജാക്കന്മാർ ശ്രമിച്ചു. പക്ഷേ വില്ലിന്റെ ഭാരം അവരുടെ അഭിമാനം പോലെ തന്നെ തകർന്നു. എങ്കിലും ഞാൻ കാണുന്നു, ധർമ്മത്തിന്റെ പ്രകാശം നിന്റെ സഹോദരന്റെ കരകളിലാണ്. ഗുരുദേവ, നിങ്ങൾ പറയുന്നതെല്ലാം ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് പ്രാർത്ഥന ഇത്രമേൽ. ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അഭിമാനമല്ല, ധർമ്മം മാത്രം എന്നെ നയിക്കട്ടെ. ഇതാണ് നിന്റെ മഹത്വം രാമ. സ്വയംവരം ഒരു മത്സരം മാത്രമല്ല, അത് ധർമ്മത്തിന്റെ പരീക്ഷണമാണ്. നീ പോകുക. സീതയും നീയും ഈ ലോകത്തിന് മാതൃകയാകും. ഗുരു, ഞാൻ സഹോദരൻ്റെ ഒപ്പം ഇരിക്കും. അവന്റെ വിജയം എൻ്റെ ശ്വാസമാണ്. ശുഭം ഭവതു ബാലന്മാരെ. ഇനി മിഥിലയുടെ വഴികൾ പൂവിൻ മണമുള്ളതാകട്ടെ. ഇന്നു തന്നെ നമുക്ക് യാത്ര ആരംഭിക്കാം. അയ്യോ, പിതാവ് പറഞ്ഞത് നാളെ അയോധ്യയിൽ നിന്നുള്ള രാജകുമാരന്മാർ ഇവിടെ വരുമെന്നല്ലേ? എനിക്ക് തോന്നുന്നു അവർ വില്ലൊടിക്കുമെന്ന്. അതെ, ആ മഹാവില്ല് എത്ര വലുതാണെന്ന് ഞാൻ കണ്ടു. അത് ഒടിക്കാൻ സാധിക്കുന്നവൻ സാധാരണ മനുഷ്യനല്ല. അപ്പോൾ കുമാരി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആരായിരിക്കും നിന്റെ വരൻ? എനിക്ക് ആരായാലും കുഴപ്പമില്ല. ധർമ്മത്തിൽ ഉറച്ചവനും മനസ്സിൽ സത്യമുള്ളവനും ആയിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതേ കുമാരി, അത്തരമൊരാൾ നിനക്കായി വരും. നാളെ ആ വലിയ ദിനമാകും. നമുക്ക് എല്ലാം നേരം വളരെ കുറവുമല്ലേ? അലങ്കാരത്തിനും പൂ പറിക്കുന്നതിനും നമുക്ക് കുറെ നേരം വേണ്ടേ? ധൈര്യവും ഭക്തിയും മുഴുവൻ നിനക്ക് വരനായി വരട്ടെ. ഏതായാലും കുമാരിക്ക് യോഗ്യനായ ഒരു വരനെ തന്നെ കിട്ടും, എനിക്ക് ഉറപ്പാണ്.